പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം സമ്പാദ്യത്തെ നന്നായി പ്രോത്സാഹിപ്പിച്ചു. നിങ്ങൾ ജോലി ചെയ്യ്, നിങ്ങൾ കച്ചവടം ചെയ്യ്, പക്ഷേ ആ കച്ചവടം പലിശയിൽ അധിഷ്ഠിതാകല്ലേ. ആ കച്ചവടത്തിന് ഈ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ പാലിക്ക്. നമ്മളിവിടെ പഠിക്കേണ്ട കാര്യം എന്താ? ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ഖുർആനിൻ്റെ ആദ്യ അവതരണ ഘട്ടങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നബിയെ, അങ്ങ് രാത്രിയിൽ ധാരാളമായിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം. അത് പറയണത് എന്തിനാണെന്നറിയോ? ഭർത്താവ് ജോലിക്ക് പോകണം, ഗൾഫിൽ പോകണം, മക്കളെ നല്ല വിദ്യാഭ്യാസം നൽകിയിട്ട് നല്ല ജോലിക്ക് അവരെ പ്രാപ്തരാക്കണം. പക്ഷേ അതോടൊപ്പം ഈമാനികമായ ധാർമ്മികമായ ഒരു മൂല്യം ഈ പറയപ്പെട്ടവർക്കെല്ലാം നമ്മളുടെ ശക്തമായ സമ്മർദ്ദത്തിലൂടെ നമ്മൾ നൽകുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയുന്ന കാര്യം എന്താണ്? യാ അയ്യുഹൽ മുസമ്മിൽ, അല്ലയോ മൂടി പുതച്ചുറങ്ങുന്ന നബിയെ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ, രാത്രിയിൽ കുറച്ചു മാത്രം അങ്ങുറങ്ങുക. രാത്രിയിൽ കുറച്ചു മാത്രം, ഖുമിൽ ലൈല, അങ്ങ് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക, ഇല്ലാ ഖലീല, കുറച്ച് സമയം ഒഴികെ ബാക്കിയൊക്കെ അങ്ങ് നിസ്കരിക്കുക. കുറച്ച് സമയം മാത്രം അങ്ങ് ഉറങ്ങുക, ബാക്കിയുള്ള സമയമൊക്കെ അങ്ങ് നിസ്കരിക്കുക. എത്രയാ കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ എത്രയാ നിസ്കരിക്കേണ്ടത്? നിസ്ഫ, പകുതി നിസ്കരിക്കണേ അങ്ങ്. അവിൻ ഖുസ്മിൻഹു ഖലീല, അല്ലെങ്കിൽ ആ പകുതിയിൽ നിന്നൊരൽപ്പം കുറച്ചോളൂ. അപ്പൊ 10 മണിക്കൂർ ഉണ്ടെങ്കിൽ 5 മണിക്കൂർ, ഇനി വേണ്ട ഒരു 4 മണിക്കൂർ. അവിൻ ഖുസ്മിൻഹു ഖലീല. എന്നിട്ട് പറയാൻ ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ, അതിലേക്ക് കുറച്ച് കൂട്ടുകയും ചെയ്തോളൂ നബിയെ. എന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാൻ? നിങ്ങൾ ഖുർആൻ ഓതിക്കോളൂ. അങ്ങനെ പറയുന്നത് എന്താണ്? രാത്രിയിലാണ് അങ്ങ് സമയം ഉപയോഗിച്ച് നിസ്കരിക്കേണ്ടത്. എന്താണ് കാര്യം? ഇന്നലക ഫിന്നഹാരി സബ്ഹൻ ത്വീലാ, രാത്രിയിൽ അങ്ങേക്ക് ദീർഘമായ ജോലിത്തിരക്കുകളുണ്ടല്ലോ നബിയേ. ഇന്നലക ഫിന്നഹാരി സബ്ഹൻ ത്വീല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പകൽ നൽകിയത് എന്തിനാണ്? ഇന്നലക ഫിന്നഹാരി സബ്ഹൻ ത്വീല, അങ്ങ് പകൽ സമയത്ത് അങ്ങ് ജോലി ചെയ്യേണ്ട ആളാണ്. ആ ജോലി അല്ലാഹു ഒരു ഇബാദത്തായി കണക്കാക്കുന്ന പറഞ്ഞത്. നമ്മൾക്ക് നബിയുടെ കഥ പറയുമ്പോൾ നബി തിരുമേനി കച്ചവടത്തിന് പോയ കഥ നമ്മൾ കേൾക്കാറില്ലേ? റസൂൽ ഒന്നാം തരം കച്ചവടക്കാരനായിരുന്നില്ലേ? ഹബീബായ റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട ചരക്കുകളുമായി കച്ചവടത്തിന് പോയ ആളല്ലേ? അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പണക്കാരനായിട്ടുണ്ടോ? ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സമ്പാദ്യത്തെ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സുകൊണ്ടാണ് കൈകാര്യം ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദരിദ്രനാണോ പാവപ്പെട്ടവനാണോ പണക്കാരനാണോ എന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? അവിടുന്ന് ഒരു പാവപ്പെട്ട ആളായിരുന്നു. പക്ഷെ അള്ളാഹു നബിയോട് പറയുന്ന കാര്യം എന്താണ്? പാവപ്പെട്ട ആളാണെന്നാണോ? അല്ലല്ലോ. വവജദക ളാല്ലം ഫഹദാ വവജദക ആയിലം ഫഅഗ്നാ, നബിയെ, അങ്ങേ അള്ളാഹു അനാഥനായി എത്തിച്ചു, അങ്ങേക്ക് അള്ളാഹു അഭയം നൽകുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങേ അള്ളാഹു പലപ്പോഴും വഴിതെറ്റിയവനായിട്ട് എത്തിച്ചു. മക്കയുടെ തെരുവുകളിലൂടെ അങ്ങ് നടന്നു പോകുമ്പോൾ പലപ്പോഴും വഴിപിഴക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലേ ഫഹദാ, അങ്ങേക്ക് അള്ളാഹു നേരായ വഴി കാണിച്ചു തന്നു. പിന്നെ പറയാണ് വവജദക ആയിലൻ, അങ്ങ് പലപ്പോഴും ദരിദ്രനായിരുന്നു, പണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫഅഗ്നാ, അങ്ങേക്ക് അള്ളാഹു ഐശ്വര്യം നൽകി, സമ്പന്നത നൽകി. എന്ന് പറഞ്ഞാൽ നബി കോടീശ്വരനാണെന്നാണോ? അല്ല. നബിയുടെ ഖൽബ് അങ്ങനെയായിരുന്നു. എന്താണോ അള്ളാഹു നൽകുന്നത്, തൻ്റെ ജോലിയിലൂടെ, തൻ്റെ ശ്രമത്തിലൂടെ, തനിക്കനുയായികൾ നൽകുന്ന ഹദിയകളിലൂടെ, തൻ്റെ ജീവിതമാർഗത്തിനാവശ്യമായ എന്താണോ തൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് നമ്മൾ സംതൃപ്തരായിരുന്നു. റസൂലുള്ള പറയുകയാണ്, ഒരിക്കലും സമ്പന്നത എന്ന് പറയുന്നത് സമ്പത്ത് കൂടുതൽ കൊണ്ടോ അതല്ലെങ്കിൽ ധനം കൂടിയത് കൊണ്ടോ അല്ല. പിന്നെ എങ്ങനെയാണ് ഒരാൾ സമ്പന്നനാണ് എന്ന് തീരുമാനിക്കുക? വലാകിന്നൽ ഗിന ഗിനൻ നഫ്സി,
അവൻ്റെ മനസ്സ് സമ്പന്നമായാൽ മതി എന്നാണ്. എനിക്ക് ഈ വീട് മതി, എനിക്ക് ഈ ജോലി മതി, ഈ ജോലിയിലൂടെ എനിക്ക് കിട്ടുന്നത് മതി, എനിക്ക് മുതലാളി തരുന്നത് മതി, എനിക്ക് സമ്പാദ്യം എൻ്റെ ശമ്പളം തന്നെ മതി, എനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തി അനുവദിച്ചതു മതി. അതിലപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഹറാമ്. നിനക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, മാസത്തിൽ 50,000 രൂപ, നീ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. എന്താണ് ഗിനന്നഫ്സ് ഉണ്ടായ വല്ല പ്രശ്നമുണ്ടോ? ഇല്ലെങ്കിൽ അവൻ കൈക്കൂലിക്കാരനായി പോകും, അന്യന്റെ ധനം പിടിച്ചു പറിക്കുന്നവനാകും. ആ ധനം ഒരിക്കലും ആ മനുഷ്യൻ അല്ലാഹു അനുവദിച്ചു കൊടുത്ത പണമല്ല. ഈ ലോകത്തുള്ള ഏതെങ്കിലും നിയമങ്ങളോ വ്യവസ്ഥകളോ ഈ പണം കൊണ്ട് മാറ്റിമറിച്ച് അവനത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണഭോക്തായ ആവായ ആളും അത് ചെയ്തു കൊടുത്തയാളും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൈക്കൂലി കൊടുത്ത് നമ്മൾ എന്തെങ്കിലും നേടുന്നുവെങ്കിൽ ആ കൊടുക്കുന്ന കൈക്കൂലി മാത്രമല്ല, ആ നേട്ടത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയതും അള്ളാഹു അനുവദിച്ചതല്ല എന്ന് മുഅ്മിനീങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഇതിൻ്റെ ഗൗരവം നമ്മൾ ചിന്തിക്കാറില്ല. കോഴ കൊടുക്കുന്നത്, കൈക്കൂലി കൊടുക്കുന്നത് ഹറാമായ രീതിയിൽ നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഭാഗമാണ്. പിന്നീട് നമ്മളുടെ മരണകാലം വരെ, പിന്നീട് നമ്മളുടെ തലമുറകൾ വരെ അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുമ്പോൾ എന്താണ്, അതെവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തേ ഇത് നമ്മൾ ചിന്തിക്കാറില്ല? ഇതെത്ര ഗൗരവമാണ്. നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരാളും നമ്മുടെ മുമ്പിൽ രക്ഷിക്കുവാനുണ്ടാവുകയില്ല. അള്ളാഹു അത് പറയുകയാണ്, ലൈസ ബൈനഹു വ ബൈനല്ലാഹി തർജുമാൻ. നീ നിന്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ പറയുന്ന കാര്യം എന്താണെന്ന് അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണ്ട. അള്ള പറഞ്ഞു തരുന്നത് എന്താണ്, ചോദിക്കുന്നത് എന്താണ് എന്ന് നിന്നോട് പറയാനും ഒരാൾ വേണ്ട. അങ്ങനെയുള്ള മഹ്ശറിന്റെ ബീഭത്സമായ ഭീകരമായ ലോകത്തുണ്ടല്ലോ, ഒരു മനുഷ്യനോട് അല്ലാഹു തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? റബ്ബ് നിശ്ചയിച്ച ഒരു സ്ഥലത്ത് നിന്ന് അവന്റെ കാൽപാദം ഒരൽപ്പം പോലും മുന്നോട്ട് നീങ്ങുകയില്ല. റബ്ബിന്റെ മുമ്പിൽ അതിന് കൃത്യമായ മറുപടി പറഞ്ഞാലല്ലാതെ അൻമാലിഹി, ഒന്നവന്റെ ധനത്തെക്കുറിച്ചാണ്. ആ ധനം അവൻ എവിടെ നിന്നാണ് സമ്പാദിച്ചത്, ആ ധനം അവൻ എവിടെ നിന്ന് എവിടെയാണ് ഉപയോഗപ്പെടുത്തിയത് എന്നുള്ള കാര്യം കൃത്യമായി അള്ളാഹുവിനോട് പറഞ്ഞിട്ടല്ലാതെ, അള്ളാഹു അതിൻ്റെ തീരുമാനമാക്കിയിട്ടല്ലാതെ അത് അനുവദനീയമാണ് എന്ന കാര്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ അടിമ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ അവൻ്റെ കാലിൻ്റെ ഒരു പാദം മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രാജ്യത്തിന് കുറേ നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ട്. നമ്മൾ പലപ്പോഴും പറയും ഇസ്ലാമിൽ ചിലപ്പോൾ ആ നിയമ വ്യവസ്ഥ ഒന്നും ഉണ്ടോ ഇല്ലയോ നമുക്കതറിയില്ല. ഇന്ത്യ രാജ്യത്തുള്ള നിയമങ്ങൾ പാലിക്കുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ അവൻ്റെ മേലിൽ നിർബന്ധമാണ്.